ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് കാണാൻ പോകുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ടിൽ തന്നെ റോക്കും ആച്ചിയും കൂടി ഓഫീസിലേക്ക് വരുമ്പോൾ പൈ വിഷമിച്ചിരിക്കുകയാണ്. അതിനുള്ള റീസൺ തിരക്കുമ്പോൾ ഇവരുടെ പെണ്ണിന് പ്രൊമോഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു റൈറ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ചെയ്യാന്നാണ് പൈ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആച്ചിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. എന്തായാലും ഈ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് വേറൊരു റൈറ്ററിനെ വിളിക്കാൻ പറ്റത്തില്ല. എൻ്റെ അറിവിൽ ഒരു റൈറ്റർ ഉണ്ട്, പക്ഷേ ആളധികം ഫേമസ് ഒന്നുമില്ല. ആൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനും ഓക്കെ ആണെന്ന് പൈ ഇത് കേൾക്കേണ്ട താമസം പൈ ഓക്കെ ആവുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ജിൻഡ തുമ്മുന്നുണ്ട്. ആക്ച്വലി അവൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജിൻഡയുടെ കാര്യം തന്നെയാണ്. അതേസമയം അവിടേക്ക് കരൺ വരുന്ന കണ്ടിട്ട് ആച്ചി റൂം കൂടി പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ചെന്നപാടെ തന്നെ കരൻ്റെ അടുത്ത് ആച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് എന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നില്ലേന്ന്. കാരണം ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വന്ന്. അതേപോലെ തന്നെ ആച്ചി ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. എന്തൊരു സൂപ്പർ ഫുഡാണ് അവിടുത്തത്. ഇനി അടുത്ത ടൈം പോകുമ്പോഴേ എന്നെയും വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ നമ്മൾ റോക്ക് ആവശ്യമില്ലാതെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ ആകെപ്പാട് സാഡ് ആവുന്നുണ്ട്. ഇത് ആച്ചി ശ്രദ്ധിക്കുകയാണ്. നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാരണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാണ്. ആ ഒരു സമയത്ത് പുറകെ കൂടെ ഒരാൾ വരുന്നുണ്ട്. അയാൾ നമ്മൾ ആച്ചിയെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കാരണം അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണ മൈൻഡ് പറയുന്നത് ആച്ചിയുടെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലേസിൽ എന്നെ മാത്രം കൊണ്ടുവന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അവന് വേറൊരാളെയും കൂടി കൊണ്ടുപോയല്ലോ. അപ്പോൾ അതിനർത്ഥം ഞാൻ ആച്ചിക്ക് സ്പെഷ്യൽ അല്ല എന്നല്ലേ. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ആച്ചിയാണെങ്കിൽ ഒരുമാതിരി വല്ലാണ്ടായങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിൻഡയാണ്. ജിൻഡയ്ക്ക് ഇവരുടെ ഓഫീസിലേക്ക് വരണം, പക്ഷെ ഒരു റൈഡിന് കൈ കാണിച്ചിട്ട് ആരും തന്നെ നിർത്തുന്നില്ല. ആ ഒരു സമയത്ത് അവിടേക്ക് മിന്നി വരുന്നുണ്ട്. ജിൻഡ നീയോ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോ എനിക്കൊരു ആർട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന് പോകണമെന്ന് പറയുമ്പോഴേ ആർട്ട് ഷൂട്ടോ കൊള്ളാലോ, അപ്പോൾ പിന്നെ നീ മോഡലാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇത് വലിയൊരു ആർട്ട് ഷൂട്ടൊന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമാണെന്ന് പറയുമ്പോഴേ പ്രൊമോഷൻ വീഡിയോക്കാണ് ശരി, എന്തിനാണ് ശരി തന്നെ ഇങ്ങനെയാണ് ഒരുങ്ങി പോകുന്നത്, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡയുടെ ഹെയർ ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിൻഡയ്ക്കാണെങ്കിൽ എവിടെയൊക്കെയോ പുറത്ത് നടക്കുന്നതായിട്ടാണ് അവന് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം മിൻ ചോദിക്കുന്നുണ്ട് അവനിന്ന് ഫ്രീ ആണ്, അപ്പോൾ പിന്നെ ഇവന് റൈഡ് കട്ടേന്നൊക്കെ. ഇത് കേട്ടപ്പോഴെ തന്നെ നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറയണേ. എന്ത് പറ്റി, എന്നെ പോലെ ഒരു ഡെലിവറി ബോയുടെ പുറയിലൊന്നും കയറി വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്, വെറുതെ നിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി പറഞ്ഞതാ. അതൊന്നും കുഴപ്പമില്ല, നീ കയറി കൊള്ളാനും മിന്നും. അതിന് നമ്മുടെ ജിൻഡ പുറകെ കയറി ചെല്ലുവാണ്. ഇവിടെ നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സ്റ്റേജൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്ക് കരൺ വരുന്നുണ്ട്. കരൺ വന്ന പാടെ തന്നെ ആച്ചി എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടേക്ക് ജിൻഡ വന്നിട്ട് ആച്ചി വന്നങ്ങ് ഹഗ്ഗിയാണ്. അപ്പോൾ നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ വന്നതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നിൻ്റെ അടുത്ത് ഇങ്ങനെ താങ്ക്സ് ഒന്നും പറയല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ജിൻഡ. ഇതും പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ കരൺ നിൽക്കുന്നത്. കരനെ കണ്ടപാടെ തന്നെ ഹായ് കരൺ എന്നൊക്കെ നമ്മുടെ ജിൻഡു പറയുമ്പോഴേ കാരണമെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടിട്ട് നിനക്ക് എന്നെ അറിയാമെന്ന് ചോദിക്കാണ്. എനിക്കറിയാം പിന്നല്ലേ എന്ന് പറഞ്ഞോണ്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഇവൻ്റെ വാർത്തപ്പി പിടിച്ചിട്ട് ഒന്നുമില്ല ഇവരൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്ന ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ജിൻഡയും ആച്ചിയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജിൻഡ എന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത് ഞാൻ നിൻ്റെ അടുത്തൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഡെലിവറി ബോയുടെ കാര്യം. അവനാണ് ഇന്ന് രാവിലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഈവനിങ് എന്നെ വന്ന് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാപ്പി ആയെന്ന് പറയുമ്പോൾ ആച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങ് ഡെവലപ്പായി വരുവാണല്ലോ എന്ന് ചോദിക്കുവാണ്. ഇത് കേൾക്കുന്ന ചിന്തയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും ഡെവലപ്പായെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് അവൻ്റെ മേലുള്ള ലവ് കൂടി വരുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മൾ കരൺ വരുന്നുണ്ട്. ഇവരെന്തോ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പരസ്പരം ഒച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പരസ്പരം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാമല്ലോ. ആച്ചി ഇവനെ ടച്ച് ചെയ്തിട്ട് ആച്ചിയുടെ മൈൻഡിലുള്ള കാര്യം പറയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ ഇനി വൈകിട്ട് റൈഡിന് പോകുമ്പോഴേ എങ്ങനെ ഇരുന്നോണ്ടാ പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ ഇവനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകണോ അങ്ങനെ പോകണോ ഷോൾഡർ പിടിച്ച് പോകണോ അതിങ്ങനെ ഹഗ് ചെയ്ത് പോകണോ അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു വിടുന്നുണ്ട്. കരണ്ട് പിന്നെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, കാരണം പരസ്പരം സംസാരിക്കുന്നില്ല. ഇവർ വേറെ ടച്ചിങ് മാത്രമാണ് നടത്തുന്നത്. പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഇനി എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡയെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ജിൻഡ എന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ റോങ് ആയിട്ടൊന്നും ചെയ്തില്ല എന്ന് പറയണേ. ആ ഒരു സമയത്ത് ഓഫീസിനകത്തുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്, ശബ്ദം കേട്ടുണ്ട്. ആച്ചയും പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഏതോ തെറ്റിദ്ധരിച്ചയാണെന്ന്. അപ്പോൾ നമ്മുടെ കണ്ണാണെങ്കിൽ സോറി പറയുന്നുണ്ട്, ഞാൻ തെറ്റിദ്ധരിച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മിന്നിനെയാണ്. മിന്നി വണ്ടി കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജിൻഡയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ എടുത്തുകൊണ്ട് അവിടേക്ക് നമ്മുടെ ആച്ചി വരുന്നുണ്ട്. ആച്ചി മിന്നെ കണ്ട പടത്തേനെ നീയല്ലേ മിന്നി വന്ന് അകത്തിരിക്കാൻ വേണ്ടി പറയുമ്പോഴും മിന്നാന്ന് വേണ്ടാന്ന് പറയണേ. ഒന്നും കുഴപ്പമില്ല നീ അകത്തേക്ക് വരാൻ പറയാണ്. അങ്ങനെ അകത്തേക്ക് വന്ന് ആച്ചിയും മിന്നും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇവരെടുത്ത ആ ഒരു ആടുണ്ടല്ലോ അതൊരു പെൻ ഡ്രൈവിലാക്കിയിട്ട് നമ്മുടെ റോക്കാണെന്നുണ്ടെങ്കിൽ അത് ആച്ചിക്ക് കൊടുക്കാണ്ട് വരുവാണ്. അപ്പോൾ നോക്കുമ്പോഴും മിന്നും റോക്കും ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്നൊക്കെ.
മിന്നാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ രണ്ടൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ചാണ് പഠിച്ചത്. എന്നാൽ പിന്നെ ഓക്കെ, ഞാനിവിടെ ഇരിക്കുന്നില്ല, പുറത്ത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ അവിടേക്ക് ജിൻഡ വരുന്നുണ്ട്. ജിൻഡ നോക്കുമ്പോഴും മിന്ന എഴുന്നേറ്റ് പോകുന്നതാണ് കാണുന്നത്. അവനും തൊട്ടുപുറകെ വെച്ച് പിടിക്കാണ്. ഇവിടെ നമ്മുടെ റോക്കിന്റെ അടുത്ത് ഇവന്മാർ കാര്യമൊക്കെ തിരക്കുമ്പോഴ് നമ്മൾ റോക്കാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ജിൻഡ നോക്കുമ്പോഴും മിന്നു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഞാൻ ഓക്കെയാണ്, ഞാൻ പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾ ആലോചിച്ച് നോക്കായിരുന്നു മിന്നെ. ആ ഒരു എംപ്ലോയി നിന്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞ് ജിൻഡ കഴിയുമ്പോഴേ ആ ഫ്രണ്ട് ആയിരുന്നു, പക്ഷേ ഇപ്പൊ എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഞങ്ങളുടെ കൂടെ ബാൻഡിലുള്ള ഒരാളായിരുന്നു. അതിനുശേഷം എന്ന് പറയാണ്ടി വരുമ്പോഴത്തേക്കും ഇവിടെ കാണിക്കുന്ന നമ്മൾ റോക്ക് കഥ പറയുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഗ്രാജുവേറ്റഡ് ആയത്. അതിനുശേഷം ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു ഐഡൽ ആവുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളൊരു ബാൻഡ് ഉണ്ടാക്കുകയും ഞങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പോകെ പോകെ എനിക്ക് അതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ഞാനതങ്ങ് ക്വിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ജോബ് കണ്ടെത്തി. ഇതെങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സിനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗ്ഗം എന്ന് പറയുന്നത് അവരെല്ലാവരും ബ്ലോക്ക് ചെയ്യാനായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അതേസമയം മിന്നു ജിൻ്റെ അടുത്ത് പറയണേ, എനിക്ക് ആക്ച്വലി റോക്കിൻ്റെ മേലിൽ ഒരു ദേഷ്യമില്ല. അവന് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത്? അതേസമയം ഇവിടെ റോക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. എന്നിരുന്നാലും എനിക്കിപ്പോഴും ആ ഒരു സിറ്റുവേഷൻ മറക്കാൻ പറ്റുന്നില്ല. എന്നെ എത്ര ഈസി ആയിട്ടാണ് ഗീവ് അപ്പ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിനെ ഫുള്ള് ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ലേന്ന്. അതേസമയം മിന്നാണെങ്കിൽ റോക്ക് എടുത്തതാണ് നല്ല തീരുമാനം. എന്നെ നോക്കി ഞാൻ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. മേ ബി ഞാൻ റോക്കിനെ പോലെ നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആവത്തില്ലെന്ന്. ഞാനൊരു ഡെലിവറി ബോയ് ആവത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴേ ഇതേക്കുന്ന ചിന്തയാണെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞില്ലേ അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. നീ ഇതിപ്പോൾ വേണ്ടാന്ന് വെച്ചാലും കറങ്ങി തിരിഞ്ഞ് നീ ഇതിലേക്ക് തന്നെ വരത്തുള്ളൂ. നിന്റെ വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നീ ഇതിൽ ശരിക്കും എഫേർട്ട് എടുക്കുന്നുണ്ട്. നിനക്ക് ഈ ഒരു കാര്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇത്ര അധികം എഫേർട്ട് എടുക്കത്തില്ലായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നീ നിന്റെ ഡ്രീമിനെ ഫോളോ ചെയ്യാൻ നോക്ക്, നീ ഉറപ്പായിട്ട് വിജയിക്കുമെന്നൊക്കെ ഇവനെ ഭയങ്കരമായിട്ട് ചിയർ ചെയ്യുന്ന രീതിയിൽ ജിൻഡ സംസാരിക്കുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ മിന്നിന്റെ തലയിലേക്ക് കൈവെക്കുന്നുണ്ട്. വേണോ വേണ്ട എന്നുള്ള രീതിയിൽ മടിച്ചിട്ടാണ് തലയിലേക്ക് കൈവെക്കുന്നത്. ഇവിടെ റോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഞാൻ ശരിക്കും ബാഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നല്ല കാര്യം മിന്നു എൻ്റെ ബാക്കി ഫ്രണ്ട്സും ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തത്. ഇതും പറഞ്ഞിട്ട് ഇവനിങ്ങനെ സാഡായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പയ്യാന്നുണ്ടെങ്കിൽ തലക്കിട്ടൊരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ തലക്കിട്ട് തട്ടിയത്? ഞാൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കണ്ടുപിടി എന്ന് ചോദിക്കുമ്പോഴേ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീയല്ലേ തെറ്റ് ചെയ്തത്. നിനക്ക് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സോറി ചോദിക്കണം. അല്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വാള എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പൈയുടെ ഈ സ്വഭാവം കണ്ടിട്ട് ആച്ചിയാണെങ്കിൽ ദുജിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ദുജ് എനിക്ക് തോന്നുന്നു ഇവളുടെ എക്സ് ഇവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തത് ഇവളിങ്ങനെ ഒരുപാട് പേടിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ ദുജിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ ദുജാന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വാ നമുക്ക് റോക്കിനെ രക്ഷിക്കാൻ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ റോക്കിനെ പൊടി പോലും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തൊട്ട് കുറേ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ജിൻഡിയാന്നുണ്ടെങ്കിൽ മിൻ്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻഡിയാന്നുണ്ടെങ്കിൽ കൈ എടുത്ത് മാറ്റുന്നുണ്ട് ഇവരെ കണ്ട പാടെ തന്നെ. അങ്ങനെ നമ്മുടെ റോക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ പോയി ചെന്ന് സോറി ചോദിക്കാനേ. ഇതും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് പോവാണ്. കുറച്ചേറെ റോക്കും മിന്നെ തന്നെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്ന് വീണിട്ട് സോറി എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എല്ലാ തെറ്റും എൻ്റെ മാത്രമാണ്, ഞാൻ സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, പ്ലീസ് നീ തിരിച്ച് എൻ്റെ ഫ്രണ്ട് ആവുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇത് കേൾക്കുന്ന മിന്നാണെങ്കിൽ നിനക്ക് നമ്മുടെ ബാൻഡിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഞങ്ങൾ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. നീ എന്തിനാ ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ചത്? നീ എപ്പോഴും എൻ്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ചെന്ന് നമ്മൾ റോക്കിനെ ഹഗ് ചെയ്തിട്ട് നീ എപ്പോഴും എൻ്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയണേ. അതിനുശേഷം നമ്മൾ മിന്നെ ആവശ്യപ്പെടുന്നത് വേറൊന്നുമല്ല, ഇവര് ലാസ്റ്റായിട്ട് കളിച്ച ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. സോ അത് രണ്ടിനും കൂടി ഒരുമിച്ച് കളിക്കാന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ അവിടേക്ക് ചെന്നിട്ട് ഇവര് ഡാൻസ് അങ്ങ് തുടങ്ങുവാണ്. നല്ല രസമുണ്ടായിരുന്നു. പയ്യ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് റോക്ക് ഓരോരുത്തരായിട്ട് വിളിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കരൺ വരുന്നുണ്ട്. കരൺ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്ന് വിളിക്കുന്ന നമ്മുടെ ആച്ചിയാണ്. ആച്ചി ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ഒന്നുകൂടി ജലസ് ആവുകയാണ്. ഒന്നാമത് ജലസിന്റെ അങ്ങേയറ്റം കണ്ടോണ്ടിരിക്കുകയാണ് അവന്. അങ്ങനെ ഓഫീസൊക്കെ കഴിഞ്ഞ ശേഷം പയ്യ റോക്കും കൂടി എസ്കലേറ്റർ വഴി താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട് പയ്യയുടെ അടുത്ത്. നീ കാരണമാണ് എനിക്ക് മിൻ്റെ അടുത്ത് സോറി പറയാനുള്ള ചാൻസ് കിട്ടിയത്. നീ എന്നെ അപ്പോഴും നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും ഗിൽറ്റി ആയിട്ടുള്ള ഫീലിംഗ് എൻ്റെ മനസ്സിൽ തന്നെ കാണുമായിരുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ പയ്യാണെങ്കിൽ നിന്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, എനിക്ക് ഉറപ്പാണ് നീ ഒരിക്കലും ഏതെങ്കിലും നല്ല നിലയിലെത്തുമെന്ന്. അതേപോലെ തന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും, കാരണം ഞാൻ നിന്റെ സീനിയർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. റോക്കാന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാതെ ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി ഗൈസ് എനിക്ക് ഈ ഒരു ഭാഗത്ത് ലവിൻ്റെ സ്മെൽ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് ഗൈസ് ഇവർ തമ്മിൽ മിക്കാറും ലവിലാവും. അതേസമയം ഇവിടെ കാണിക്കുന്ന ജിൻഡിയാണ്. ജിൻ്റെ അടുത്ത് മിന്നും ബൈക്കിൽ കയറാൻ പറയുന്നുണ്ട്. ഇവൻ കയറിയ പാടെ തന്നെ എവിടെ പിടിക്കണമെന്ന് അറിയാൻ വയ്യാതെ കൈ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. തോളത്ത് പിടിക്കണോ അതോ ഹഗ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോൾ തന്നെ നമ്മളെ മിന്നാന്നുണ്ടെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നു പറഞ്ഞിട്ട് അവനിങ്ങനെ ഹഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മിന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫാനാണല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ അല്ല ഞാൻ ഫാനല്ല. അപ്പോൾ മിന്നാണെങ്കിൽ ഉറപ്പാണോ എൻ്റെ ഫാനല്ലാന്ന്? അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ആച്ചിയും കരനാണ്. ആച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി വല്ലാണ്ട് സാഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആച്ചി പറയുന്നത് റോക്കും
മിന്നും തമ്മിലുള്ള പ്രശ്നമെല്ലാം അവസാനിച്ച്. ആ ഡാൻസ് പാർട്ടി സൂപ്പറായിരുന്നു. ആക്ച്വലി റോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇന്ന് അവൻ വീട്ടിലേക്ക് വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. വന്നായിരുന്നെങ്കിൽ നമുക്ക് ഷാബു പാർട്ടിയൊക്കെ വെക്കായിരുന്നു. സൂപ്പറായിരുന്നല്ലേ? ഇതൊക്കെ പറഞ്ഞോട്ട് നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് സംസാരിച്ചിട്ട് അവൻ നേരെ പോയിച്ചെന്ന് ബോട്ടിൽ ചെന്നിരിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ കരൺ കയറിയിട്ടില്ല. എന്ത് പറ്റിയ കാരണം എന്ന് പറഞ്ഞ് കരണ്ട് അടുത്ത് ചോദിക്കുമ്പോൾ കരൺ ഒരുമാതിരി വല്ലാണ്ടായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അന്നേരം അവനാന്നുണ്ടെങ്കിൽ ആച്ചി ഐ ലൈക്ക് യു എന്നങ്ങ് പറയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ കരണ് ആച്ചിയടുത്തുള്ള ഇഷ്ടം പറഞ്ഞു എന്നൊന്നും അറിയത്തില്ല ഗൈസ്. അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ അതേത് തരത്തിലുള്ള ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. കമൻറ്റ് ബോക്സ് വന്നിട്ട് ഇത് എവിടെ നിന്നാണ് വീഡിയോ കിട്ടുന്നതെന്നൊന്ന് ചോദിച്ചാലേ. കാരണം വീഡിയോയ്ക്ക് കുറച്ചധികം പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഉടനെ തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അതിന് മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. എന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബുകാർ നോട്ടോ ഇട്ട് വെച്ചേക്കാണ്. സോ അതുകൊണ്ടാണ് കേസ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.